ഹായ്, നിങ്ങൾ ആദ്യമായിട്ടായിരിക്കില്ല എന്നെ യൂട്യൂബിൽ കൂടെ കാണുന്നത്. ഞാൻ ഇതുവരെ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ എന്താ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചതെന്ന് വെച്ചാൽ എനിക്കും ഫേസ്ബുക്കിൽ നിന്ന് ചെറിയ ഏണിങ്സിനുള്ള ഒരു ഓപ്ഷനൊക്കെ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയില്ല എത്ര പേർക്ക് ഫേസ്ബുക്കിൽ നിന്ന് പൈസ കിട്ടുമെന്നുള്ളത് അറിയുന്നു. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അതൊന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും അത് ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഫേസ്ബുക്കിൽ നിന്നുള്ള ഏണിങ്സ് കിട്ടാനും അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കൂടെ പറഞ്ഞുതരാം. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറയുന്ന എന്ത് കാര്യത്തിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. കാരണം എനിക്ക് അത് കുറച്ച് കമൻറ്റ്സ് ഒക്കെ വരുള്ളൂ. എന്തായാലും ഞാൻ അതിന് റിപ്ലൈ അയക്കും. അപ്പോൾ ഞാൻ കണ്ടന്റിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു അക്കൗണ്ടാണ് വേണ്ടത്, ഫേസ്ബുക്ക് അക്കൗണ്ട്. അപ്പോൾ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ 1000-നും മേളിലൊക്കെ ഫോളോവേഴ്സ് ഉള്ളവർക്ക് എന്തായാലും ഏണിങ്സ് കിട്ടി തുടങ്ങും. ഞാൻ തുടങ്ങുമ്പോൾ എനിക്ക് ഞാനും പണ്ടെപ്പോഴും തുടങ്ങിയിട്ട് ഒരു അക്കൗണ്ടാണ്. നമുക്ക് ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യുക, മെമ്മറീസിന് വേണ്ടിയിട്ട് ഫോട്ടോസൊക്കെ വയ്ക്കുക. ആൾക്കാരായിട്ട് പണ്ട് ചാറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനൊക്കെ ആയിരുന്നല്ലോ നമുക്ക് ആകെ ഉണ്ടായിരുന്നത്. പിന്നെ ഇൻസ്റ്റഗ്രാമൊക്കെ വന്നപ്പോൾ എല്ലാവരും പോലെ ഞാൻ ഇൻസ്റ്റഗ്രാമിലേക്ക് മാറി. ഫേസ്ബുക്ക് അവിടെ ഇട്ടേക്കായിരുന്നു ചുമ്മാ. അപ്പോൾ പിന്നീടാണ് ഞാൻ അറിഞ്ഞ് നമുക്ക് ഇതിൽ നിന്ന് യൂട്യൂബിൽ നിന്ന് ഇൻകം കിട്ടുന്ന പോലെ തന്നെ നമുക്ക് ഫേസ്ബുക്കിൽ നിന്ന് കിട്ടുന്നത്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിനായിട്ട് നമ്മുടെ പ്രൊഫഷണൽ മോഡ്, നമ്മുടെ അക്കൗണ്ടിൽ തന്നെ പ്രൊഫഷണൽ മോഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് സെറ്റിംഗ്സിൽ പോയിട്ട് ഓൺ ആക്കുക എന്നുള്ളതാണ്. പ്രൊഫഷണൽ മോഡ് ഓൺ ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഡാഷ്ബോർഡ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ പ്രൊഫൈലിൽ വരും. നമ്മൾ പിന്നീട് ഇടുന്ന എല്ലാ കണ്ടന്റ്സിനും, അതായത് ഫോട്ടോസ് ആയാലും വീഡിയോസ് ആയാലും എല്ലാത്തിനും നമുക്ക് അതിൻ്റെ ഇൻസൈറ്റ് കാണാൻ പറ്റും. നമുക്ക് എത്ര എൻഗേജ്മെന്റ് ഉണ്ട്, എത്ര പേര് വ്യൂസ് എത്രയുണ്ട്, എത്ര പേര് അതിന് കമന്റ് ചെയ്തു, എങ്ങനെയാണ് റീച്ച് പോകുന്നത് എന്നൊക്കെയുള്ളതായിട്ട് കാണാൻ പറ്റും. ആ ഇടുന്ന ഓരോന്നിനും നമുക്ക് ഏർണിങ്സും ഉണ്ടാവും. അപ്പോൾ അതിന് സ്പെസിഫിക് ആയി കിട്ടിയിരിക്കുന്ന ഡോളേഴ്സും അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. യൂട്യൂബിൽ പോലെ തന്നെ നമുക്ക് ഡോളേഴ്സ് ആയിട്ടാണ് ഇൻകം വരുന്നത്. ഓരോന്നിൻ്റെയും പെർഫോമൻസ് പോലെ ആയിരിക്കും നമുക്ക് ഏണിങ്സ് ഉണ്ടാവുക. എനിക്ക് തോന്നുന്നത് നമ്മൾ യൂട്യൂബിനേക്കാളും യൂട്യൂബ് ഷോർട്സ് ഒക്കെ ഇട്ട് എത്ര പേര് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. റീച്ച് കിട്ടുന്നത് ഭയങ്കര കുറവായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. പക്ഷേ ഫേസ്ബുക്ക് ആണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ ഫോട്ടോസിനായാലും റീൽസിലായാലും ചെറിയ വ്യൂസ് കിട്ടുമ്പോൾ പോലും അതിൻ്റെ എൻഗേജ്മെന്റ് കാര്യങ്ങളൊക്കെ പത്തലൈറ്റിൽ ഇങ്ങനെ കാണിക്കും. നമുക്ക് അതിൻ്റെ ഓരോന്നിൻ്റെയും ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റും. അതായത് എത്ര എൻഗേജ്മെന്റ് ആയി, എങ്ങനെയാണ് റീച്ച് പോകുന്നത്, അതിങ്ങനെ പത്തയിൽ ഇങ്ങനെ ഹൈ ആയി പോകുമ്പോൾ നമുക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടും കേട്ടോ. യൂട്യൂബിനെ അപേക്ഷിച്ച് എനിക്ക് കുറച്ചും കൂടി തോന്നിയത് ഫേസ്ബുക്കാണ് നമുക്ക് പൈസ ഉണ്ടാക്കാനായിട്ട് എളുപ്പം എന്ന് തോന്നിയിട്ടുണ്ട്. നമ്മൾ ഇടുന്ന ഓരോ കണ്ടന്റ്സിനും എങ്ങനെയൊക്കെയാണ് പേയ്മെന്റ്സ് കിട്ടാൻ ഞാൻ പറയാം. കുറച്ച് ഓപ്ഷൻ ആയിട്ടാണുള്ളത്. അതായത് സ്റ്റാർ, സബ്സ്ക്രിപ്ഷൻ, പിന്നെ നമുക്ക് പ്രൊമോഷൻ ചെയ്യാം. അതുപോലെ സ്റ്റോർ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് ഓപ്ഷൻസ് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ഓപ്ഷനിൽ കാണാൻ പറ്റും. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ പറയാം. ഫസ്റ്റ് സ്റ്റാർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇടുന്ന ഓരോ കണ്ടന്റ്സിനും സ്റ്റാർ എനേബിൾ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള എലിജിബിലിറ്റി ഫേസ്ബുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടുന്ന ഓരോ കണ്ടന്റിനും ഈ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ സെൻഡ് സ്റ്റാർ എന്നുള്ള ഒരു ഓപ്ഷൻ അവർക്ക് ഹൈലൈറ്റ് ആയിട്ട് വരും കാണുന്നവർക്ക്. അപ്പോൾ അവർ നമുക്ക് ആ സെൻഡ് സ്റ്റാർ ഞെക്കിയിട്ട് സ്റ്റാർ സെൻഡ് ചെയ്യുകയാണെങ്കിൽ ഓരോ സ്റ്റാറിനും ഒരു ഫിക്സഡ് എമൗണ്ട് ഉണ്ടാവും. ആ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ആഡ് ആവും. നമുക്ക് പേ ഔട്ട് കിട്ടാൻ വേണ്ടിയിട്ട് $100 ആവും. യൂട്യൂബിൽ പോലെ തന്നെയാണ്. $100 ആയാലാണ് നമുക്കത് അക്കൗണ്ടിലേക്ക് പേ ഔട്ട് ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ആദ്യത്തെ ഓപ്ഷൻ സ്റ്റാർ ആണെന്ന് പറഞ്ഞു. ഇനി നമുക്കുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. അതായത് മന്ത്ലി ഒരു ഫിക്സഡ് എമൗണ്ട് നമ്മൾ ഫിക്സ് ചെയ്യുകയാണ്. നമ്മുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കണ്ടന്റ്സോ നമ്മളുടെ ആക്സസ്, നമ്മൾ ഇടുന്ന വീഡിയോസിന് ഏർലി ആക്സസ് കിട്ടാനൊക്കെ ആയിട്ട് അത് നിങ്ങളുടെ ഇഷ്ടം പോലെ സബ്സ്ക്രിപ്ഷൻ വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ടന്റ്സ് എന്താണ് നിങ്ങളുടെ ആളുകളിലേക്ക് എത്തിയാൻ നോക്കുന്നത് അത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. അങ്ങനെ ഒരു ഓപ്ഷൻ. പിന്നെ നമ്മളെല്ലാവരും ചെയ്യുന്ന നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മൾ ആഡ്, അതായത് പെയ്ഡ് പ്രൊമോഷൻസ് ഇല്ലേ, അതന്നെ അങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഓരോ ബ്രാൻഡ്സിന് വേണ്ടി ആഡ്സ് ഒക്കെ ചെയ്ത് നമുക്ക് പേയ്മെന്റ്സ് ഉണ്ടാക്കാം. പിന്നെയാണ് നമ്മുടെ മെയിനായിട്ട് കണ്ടന്റ് മോണിറ്റൈസേഷൻ. ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ കിട്ടിയാലാണ് നമുക്ക് ഏർണിങ്സ് നല്ല രീതിക്ക് ഉണ്ടാവുക. അതായത് ഒരു നമ്മളിടുന്ന എല്ലാത്തിനും പേയ്മെന്റ്സ് എന്നുള്ള രീതിക്ക് നമുക്ക് വരുന്നത് കണ്ടന്റ് മോണിറ്റൈസേഷൻ ഓൺ ആയാലാണ് കേട്ടോ. അപ്പോൾ ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ ഓൺ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്. അതായത് നമ്മൾ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള കണ്ടന്റ്സ് ആഡ് ചെയ്യുക. പിന്നെ ഫോളോവേഴ്സ് കുറച്ച് എന്തായാലും ഒരു 5000-ന് മേലെ, അതായത് 10,000-നോട് അടുത്തുള്ളവർക്കൊക്കെയാണ് കണ്ടന്റ് മോണിറ്റൈസേഷൻ ഓൺ ആവുന്നത്. ചിലർക്ക് അങ്ങനെ ഇല്ലെങ്കിലും 10,000-ലൊന്നും ഇല്ലെങ്കിലും കുറച്ച് ഫോളോവേഴ്സ് ഉള്ളവർക്കും അത് ഓൺ ആവുന്നുണ്ട്. കാരണം അവർ എൻഗേജ്മെന്റും റീച്ചൊക്കെ കൂടുതലായിരിക്കും. നമ്മുടെ കണ്ടന്റ് എങ്ങനെ പെർഫോം ചെയ്യുന്നതനുസരിച്ചിട്ടാണ് ഇതെല്ലാം ഓൺ ആവുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഫസ്റ്റ് വേണമെങ്കിൽ സ്റ്റാർ മാത്രമേ ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ നമുക്ക് എലിജിബിലിറ്റിക്ക് അനുസരിച്ച് ഓരോന്ന് ആഡ് ആവും. നമ്മൾ ഇടുന്നതിനനുസരിച്ച് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടാനായിട്ടും ഫോട്ടോ ഇടാനായിട്ടും ശ്രദ്ധിക്കും. അതിന് പെർഫോമൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ഓരോ മോഡുകൾ ഓൺ ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ നമുക്ക് പേയ്മെന്റ് അച്ചീവ് ചെയ്യാം കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ, അതായത് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പോലെ $100 ആയാൽ മാത്രമാണ് നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്ത് നമുക്ക് അതിൻ്റെ പേ ഔട്ട് റിസീവ് ചെയ്യാൻ പറ്റുന്നത്. അതുവരെ നമ്മൾ ചെയ്യുന്നതൊക്കെ കുഞ്ഞുതായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ ആഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമുക്കത് എത്രയും പെട്ടെന്ന് ആഡ് ആക്കിയിട്ട് $100 ആകുമ്പോൾ നമുക്കത് റിസീവ് ചെയ്യാം കേട്ടോ. എനിക്കറിയില്ല എത്ര പേർക്ക് ഇതറിയായിരുന്നു എന്ന്. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തുകൊണ്ട് കുറച്ച് പേർക്കെങ്കിലും അത് മനസ്സിലാവുകയും അവരത് ചെയ്ത് പൈസ കിട്ടണമെങ്കിൽ ആവട്ടെ എന്ന് വെച്ചിട്ടാണ്. അത്രയ്ക്കേ ഉള്ളൂ. ബൈ. പിന്നെ ഈ ചാനൽ നിങ്ങൾക്ക് ആദ്യമായിട്ടായിരിക്കും കാണുന്നത്, അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വഴി കൊടുത്ത് പൈസയൊക്കെ ഉണ്ടാക്കാനൊക്കെ പറ്റുന്നതൊക്കെ ഞാൻ പറയാം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിലെ കുറച്ച് ഷോർട്സും വ്ളോഗ്സൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. കാണാൻ താല്പര്യമുള്ളവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ഈ വീഡിയോ. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. ബൈ.